ഓക്കെ, നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഉള്ളത് ഡ്രോ എ സ്ക്വയർ ഓഫ് ഏരിയ 15 സെന്റിമീറ്റർ സ്ക്വയർ, അല്ലെങ്കിൽ മലയാളത്തിലാണെങ്കിൽ 15 സെന്റിമീറ്റർ സ്ക്വയർ പരപ്പളവുള്ള ഒരു സമചതുരം വരയ്ക്കുക. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് അറിയുന്ന കാര്യമാണ് ഇവിടെ പരപ്പളവ് എന്ന് പറയുന്നത്. പരപ്പളവ് എന്ന് പറയുന്നത് 15 സെന്റിമീറ്റർ സ്ക്വയർ ആണ് അല്ലെ? പരപ്പളവാണ് 15 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. പരപ്പളവ് കാണാനുള്ള സമവാക്യം എന്ന് പറയുന്നത് എന്താണ്? വശം സ്ക്വയർ ആണ് അല്ലെ? വശം സ്ക്വയർ ആണ്, അല്ലെങ്കിൽ സൈഡ് സ്ക്വയർ എന്ന് പറയാം. അത് എത്രയാണ്? 15 ആണ് നമുക്ക് അറിയാം. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ വശം എത്രയാണ് വരിക? വശം സമം ഈ സ്ക്വയർ അപ്പുറത്തേക്ക് എന്തായിട്ട് മാറും? √15 ആയിട്ട് മാറും അല്ലേ? അപ്പോൾ √15 സെന്റിമീറ്റർ വശം വരുന്ന രീതിയിലാണ് നമുക്ക് എന്ത് വരയ്ക്കാനുള്ളത്? ഒരു സമചതുരം വരയ്ക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ 15 സെന്റിമീറ്റർ ആണ് പരപ്പളവ് എങ്കിൽ ഈ 15 നമുക്ക് എങ്ങനെ എഴുതാം? 3 × 5 അല്ലെങ്കിൽ 5 × 3 എഴുതില്ലേ? അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത്? സമചതുരം വരയ്ക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ സമചതുരം വരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ചെയ്യുന്ന പരിപാടി ശ്രദ്ധിക്കട്ടോ. 5 ഉം 3 വരെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഞാൻ എന്താ പറയുക, ഈ പേപ്പറിൽ ഈ 8 സെന്റിമീറ്റർ നീളമുള്ള വര വരച്ചു. എത്ര സെന്റിമീറ്റർ വരച്ചത്? 8 സെന്റിമീറ്റർ നീളമുള്ള വര വരച്ചു. ഇതിനെ ഞാൻ എത്രയാക്കി? 5 സെന്റിമീറ്ററിൽ ഒരു പോയിന്റ് ഇട്ടു. ഓക്കെ, ഇനി നോക്കാം ഇത് എത്ര സെന്റിമീറ്റർ ആണ്? 5 സെന്റിമീറ്റർ ആണ്. ഇത് എത്ര സെന്റിമീറ്റർ ആണ്? 3 സെന്റിമീറ്റർ ആണ്. ഓക്കെ ആണല്ലോ? ഇത്രയും കാര്യം ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ വരയെ ഞാൻ എന്ത് പേര് കൊടുത്തു? എ ബി എന്ന് പേര് കൊടുത്തു. നടുവിലെ പോയിന്റ് ഞാൻ ഏതാക്കി? പി എന്ന് പേര് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാൻ എ ബി എന്ന് പറയുന്ന വരയുടെ എന്ത് കണ്ടുപിടിക്കുകയാണ്? ലംബ സമവാക്യം വരയ്ക്കാൻ പോകണം, അല്ലെങ്കിൽ നമുക്ക് പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് പറയാം. അതായത് ഇതിന്റെ പകുതിയിലധികം നീളം എടുത്ത് മുകളിലും താഴെയുമായിട്ട് നമ്മൾ എന്ത് വരച്ചു? 2 ആർക്ക് വരച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എ എന്ന് പറയുന്ന ബിന്ദു വെച്ചിട്ടും അതുപോലെ തന്നെ ഞാൻ എന്ത് വരച്ചു? ആർക്ക് വരച്ചു. ഓക്കെ, അപ്പോൾ നമുക്ക് 2 ബിന്ദുക്കൾ കിട്ടി. ആ 2 ബിന്ദുക്കളെയും കൂടി കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലംബ സമവാക്യം അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ബൈസെക്ടർ കിട്ടും. ഇതാണ് 2 പോയിന്റ്സ്. ഈ 2 പോയിന്റുകളെയും ജോയിൻ ചെയ്യിപ്പിച്ചുകൊണ്ട് ഞാൻ എന്ത് വരച്ചു? നമ്മുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ. ക്ലിയർ ആണല്ലോ? ഈ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഇവിടെയാണ് എ ബി എന്ന് പറയുന്ന പോയിന്റിനെ കൂട്ടി മുട്ടുന്നത്. ഓക്കെ, ആ എ ബി എന്ന് പറയുന്ന വരേന്റെ നടു നമുക്ക് കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ സെന്റർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ സെന്ററിൽ നമ്മൾ എന്ത് വെച്ചു? നമ്മുടെ കോമ്പസ് വെച്ചിട്ട് നമ്മൾ എന്ത് വെച്ചു? ഒരു ആർക്ക് വരച്ചു. സോറി, ആർക്ക് എന്താണ്? സെമി സർക്കിൾ വരച്ചു. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു സെമി സർക്കിൾ കിട്ടിയിട്ടുണ്ടല്ലോ. ഈ സെമി സർക്കിൾ വെച്ചിട്ടാണ് നമ്മൾ സ്ക്വയർ വരയ്ക്കാൻ പോകുന്നത്. ശ്രദ്ധിക്കുക, ഞാൻ എന്താ ചെയ്തത്? ഈ പി എന്ന് പറയുന്ന ബിന്ദുവിൽ കൊണ്ടിട്ട് പ്രൊട്രാക്ടർ വെച്ചു. ഇവിടെ കൊണ്ടുവന്ന് ഞാൻ എന്ത് വെച്ചു? നമ്മുടെ പ്രൊട്രാക്ടർ വെച്ചു. ഓക്കെ, കറക്റ്റ് ആയിരിക്കണം അളവുകൾ. പ്രൊട്രാക്ടർ വെച്ച് ഞാൻ എന്ത് ചെയ്തു? ഇതിൽ 90 ഡിഗ്രി ആണെന്നു. നമ്മുടെ സ്ക്വയറിന്റെ അല്ലെങ്കിൽ സമചതുരത്തിന്റെ ഒരു കോൺ എന്ന് പറയുന്നത് ഡിഗ്രിയാണ്, 90 ഡിഗ്രിയാണ്. എന്നിട്ട് ഈ 90 ഡിഗ്രി ഞാൻ എന്ത് ചെയ്തു? ഒരു വര വരച്ചു. ഓക്കെ, ഈ വര ഈ വൃത്തത്തിന്റെ അർദ്ധവൃത്തത്തെ അല്ലെങ്കിൽ സെമി സർക്കിളിൽ കട്ട് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ടല്ലോ, ആ പോയിന്റ് അത്രയും ലെങ്ത്, ഇത്രയും നീളമാണ് നമ്മുടെ സ്ക്വയറിന്റെ ഒരു വശം എന്ന് പറയുന്നത്. ഓക്കെ, ഒരു സമയത്തിന്റെ ഒരു വശം അല്ലെങ്കിൽ ഒരു സൈഡ് എന്ന് പറയുന്നത് അത്രയാണ്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, എനിക്ക് ഒരു സൈഡ് മാത്രമേ കിട്ടിയുള്ളൂ അല്ലേ? ഇതാണ് നമ്മുടെ ഒരു സൈഡ് എന്ന് പറയുന്നത് ഇത്രയും ഉണ്ടാവും. ഇത്രയാണ് സൈഡ്. അതിന് ഞാൻ ഇപ്പോഴത്തേക്ക് എന്ത് ചെയ്തു? എക്സ്റ്റെൻഡ് ചെയ്തു. രണ്ടാമത്തെ സൈഡ് എനിക്ക് കിട്ടി. രണ്ടാമത്തെ സൈഡ് ഈ എ ബിനൊന്നും കൂടി എന്ത് ചെയ്യണം? നീളം കൂട്ടേണ്ടി വരും. അങ്ങനെ കൂടി ഈ പോയിന്റ് കിട്ടി. കിട്ടിയില്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ ഒരു പോയിന്റ് കിട്ടി, ഇവിടെ ഒരു പോയിന്റ് കിട്ടി, ഇവിടെ ഒരു പോയിന്റ് കിട്ടി. 3 പോയിന്റ് കിട്ടി. നമുക്ക് നാലാമത്തെ പോയിന്റ് കൂടി കണ്ടുപിടിക്കണം. നാലാമത്തെ പോയിന്റ് ഞാൻ കണ്ടുപിടിക്കാൻ പോകുന്നത് ഇവിടെ വെച്ചിട്ട്, ഇവിടെ ഈ പോയിന്റിൽ വെച്ചിട്ട് ഞാൻ ഒരു ആർക്ക് മേലേക്ക് വരച്ചു. അതുപോലെ തന്നെ ഈ മേലത്തെ ബിന്ദുവിൽ വെച്ചിട്ട് ഇവിടേക്ക് ഒരു ആർക്ക് വരച്ചു. അപ്പോൾ നമുക്ക് നാലാമത്തെ പോയിന്റ് നമുക്ക് കിട്ടി. ഇതാണ് നമ്മുടെ നാലാമത്തെ പോയിന്റ്. ഓക്കെ, ഇനി ഇതെല്ലാം കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു? കൂട്ടി യോജിപ്പിക്കുന്നു. ഒന്നും കൂടി യോജിപ്പിച്ചു. അതുപോലെ തന്നെ രണ്ടാമത്തെ ഇവിടുന്ന് താഴത്തേക്കും യോജിപ്പിച്ചു. അപ്പോൾ നമുക്ക് എന്തായി? നമ്മുടെ സമചതുരം ഈ സമയം നമ്മുടെ ആവശ്യമായിട്ടുള്ള 15 സെന്റിമീറ്റർ സ്ക്വയർ ആയിട്ടുള്ള സമചതുരം ഞാൻ ചെയ്യുന്നത് എല്ലാം നിങ്ങൾ ബുക്കിൽ ഞാൻ ചെയ്യണം. ഞാൻ ചെയ്തു. സോ നമ്മുടെ ആൻസർ നമുക്ക് മുന്നോട്ട് പോകാം.